പരിശുദ്ധമായ ഖുർആൻ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ ആയത്തിന് ചെയ്യാത്തത് പറയരുത് എന്നർത്ഥമില്ല എന്നാണ്, പറയുന്നത് ചെയ്യണം എന്നർത്ഥമേ ഉള്ളൂ. പല വിഷയങ്ങളും നമ്മളങ്ങനെ ഓപ്പോസിറ്റ് മനസ്സിലാക്കാറുണ്ട്. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കണില്ല, അപ്പം തന്നെ ആരോടും തഹജ്ജുദ് നിസ്കരിക്കാൻ പറയരുത് എന്നതിനർത്ഥമില്ല. പറയണം, നിസ്കരിച്ചും വേണം, അതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ളുഹ നിസ്കരിക്കലില്ലാത്തതുകൊണ്ട് ഇനി ആരോടും ളുഹ നിസ്കരിക്കാൻ പറയരുത് എന്നതിനർത്ഥമില്ല. പറയണം, നിസ്കരിച്ചും വേണം, അതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പറയുന്ന കാര്യങ്ങൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരായിരിക്കണം എന്നൊരു നിബന്ധന ഉണ്ട്. ഖുർആൻ ഓതുന്ന ഉസ്താദ് ഖുർആൻ പഠിപ്പിച്ചാലും ഖുർആൻ ഓതാത്ത ഉസ്താദ് ഖുർആൻ പഠിപ്പിച്ചാലും വ്യത്യാസം ഉണ്ടാവും. ചില ഉസ്താദന്മാർ പഠിപ്പിച്ചാൽ നമുക്ക് ഖുർആൻ നല്ലോണം പഠിയും. അതിൻ്റെ കാരണം അയാൾ ഖുർആൻ ഓതുന്ന ആളായിക്കാരം എന്നുള്ളതാണ്. സുന്നത്ത് നിസ്കരിക്കുന്ന ആൾ ഫറള് നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കാരം നമുക്ക് വേഗം മനസ്സിലാവും. ഫറളായ അമലുകൾക്ക് ശേഷം സുന്നത്തായ അമലുകൾ അധികരിപ്പിക്കുന്ന ആൾക്ക് അള്ളാഹുവിൻ്റെ നാവ് കൊണ്ട് സംസാരിക്കാനും അള്ളാഹുവിൻ്റെ കൈ കൊണ്ട് തൊടാനും അള്ളാഹുവിൻ്റെ കാലുകൊണ്ട് നടക്കാനുമൊക്കെ കഴിയുമെന്നാണല്ലോ ഖുദ്സിയായ ഹദീസിലുള്ളത്. മാലിക് ബിൻ നബി എന്ന് പറയുന്ന ഒരാൾ അവതരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തത്വം ഞാൻ നിങ്ങളോട് പറയാണ്. 1 മിനിറ്റ് സൂഫി എന്ന് പറഞ്ഞൊരു തത്വമുണ്ട്. അതായത് സ്ഥിരമായിട്ട് ചെയ്യാൻ കഴിയൂലെങ്കിലും പറയണ അന്നെങ്കിലും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് 1 മിനിറ്റ് സൂഫി എന്ന് പറയുന്ന തത്വം. സക്കാത്തിനെ പറ്റി പറയാൻ ഉദ്ദേശിക്കുന്ന റമദാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച പറയാൻ പോണതിൻ്റെ മുമ്പ് ആർക്കേലും ഒരു 10 ഉറുപ്യ കൊടുത്തുങ്ങാണ്ട് പോകുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. സ്ഥിരമായിട്ട് നമ്മളൊരു കാര്യം ചെയ്യണില്ലെങ്കിലും പറയുന്നതിൻ്റെ മുമ്പായിട്ടെങ്കിലും ഒന്ന് ചെയ്യുക. ഒരു നല്ല അമലിനെ കുറിച്ച് നമ്മൾ കേട്ടാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതുകൊണ്ട് അമൽ ചെയ്യുക എന്നത് ആ വിഷയത്തോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണെന്നാണ്. ചില കാര്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല, എന്നാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ നല്ല അമൽ കൊണ്ട്, നല്ല പ്രവർത്തനം കൊണ്ട് അമൽ ചെയ്യാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പ്രധാനമായും 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. 1 താലീമിന് വേണ്ടി പ്രവർത്തിക്കണം, 2 ദഅവത്തിന് വേണ്ടി പ്രവർത്തിക്കണം, 3 മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം, 4 ഖിദ്മത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഒന്നാമത്തേത് താലീമാണ്. ആളുകൾക്ക് വിവരമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഇനിയിപ്പോൾ ദർസുകളൊക്കെ തുറന്ന് അറബിക് കോളേജുകളൊക്കെ തുറന്നിട്ടുള്ളൊരു സമയമാണ്. നമ്മൾ ജോലി ചെയ്യുന്ന നാട്ടിൽ നിന്നും നമ്മളെ നാട്ടിൽ നിന്നും അടുത്ത തലമുറക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന ആലിമീങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പരിശ്രമം ഉണ്ടായാൽ വലിയ വിജയം ഉണ്ടാവും. ഒന്നിനും പറ്റാത്തവരോ ഓതാൻ പറഞ്ഞയച്ചാൽ മതി, എന്നാലും വലിയ സംഭവമാവും. അതായത് SLCൻ്റെ റിസൾട്ടൊക്കെ വന്ന് അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടെങ്കിൽ +1 പോയിക്കോട്ടെ, +2 പോയിക്കോട്ടെ, ഡിഗ്രിക്ക് പോയിക്കോട്ടെ, അങ്ങനെ പോയിക്കോട്ടെ. മാർക്ക് കുറവാണെങ്കിൽ ആദ്യത്തെ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ സൂപ്പർ മാർക്കറ്റിൽ നിർത്തി നോക്കാം. സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയാൽ ജൂനിയേഴ്സിന് വളരെ പ്രയാസപ്പെട്ട ജോലികളൊക്കെയാണ് കൊടുക്കുക. അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ല, ജിദ്ദേ പോയാലും അങ്ങനെ തന്നെ. ഇക്കാരം ജൂനിയേഴ്സിന് ഭയങ്കര ഇടങ്ങേറുള്ള ജോലിയൊക്കെ ഉണ്ടാവും. പഞ്ചാരച്ചാക്കൊക്കെ ഏറ്റേണ്ടി വരും. 4 ദിവസം കഴിഞ്ഞിട്ട് വാപ്പാട് വന്നിട്ട് പറഞ്ഞു, ഇപ്പ ഇന്നെക്കൊണ്ട് ഈ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞാൽ അടുത്ത പരിപാടിക്ക് വിടുക, കോഴിപ്പീടിയിൽ നിൽക്കാൻ. അത് അത്ര തന്നെ ഇടങ്ങേറുണ്ടാവില്ല, മേത്ത് ചോരാവുന്നേ ഉള്ളൂ. 8 ദിവസം പോയിട്ട് കോയിൻ്റെ തലണ്ട് വെട്ടിയപ്പോൾ മേത്തേക്ക് ചോര തെറിച്ചിട്ടോ വന്നിട്ട് പറഞ്ഞു, ഇപ്പ ഇന്നെക്കൊണ്ട് ഈ പരിപാടി നടക്കൂല എന്ന് പറഞ്ഞാൽ അടുത്തത് വർക്ക്ഷോപ്പിക്കാണ് പറഞ്ഞയക്കേണ്ടത്. മേത്ത് കരിയാകുന്നേ ഉള്ളൂ, നല്ല അമലാണ്.
ജീവിതത്തിൻ്റെ ദുർഘടമായ വഴിദൂരങ്ങളെ പെട്ടെന്ന് മറികടക്കാൻ വേണ്ടി ആളുകളെ സഹായിക്കുക എന്നതാണ് വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന ജോലി. നന്നാക്കി പറഞ്ഞാൽ നല്ല അമലാണത്. പറ്റുമെങ്കിൽ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. മേത്ത് കരിയാവും. രാവിലെ നല്ല തുണിങ്കുപ്പായം എടുത്തുങ്ങാണ്ട് പോയി വൈകുന്നേരമായപ്പോൾ കരിയാക്കി വന്നു. പിറ്റേന്ന് രാവിലെ വേറെ തുണിങ്കുപ്പായം എടുത്തു പോയി വൈകുന്നേരം കരിയാക്കി. അങ്ങനെ മൊത്തം തുണിങ്കുപ്പായും തീർന്ന് വാപ്പാനോട് പറഞ്ഞു ഇന്നെക്കൊണ്ട് നടക്കൂല എന്ന് പറഞ്ഞാൽ വാപ്പി ഇമ്മയും കൂടി ആലോചിച്ചുങ്ങാണ്ട് ഓതാൻ പറഞ്ഞയച്ചാൽ മതി, കുഴപ്പമൊന്നും സംഭവിക്കൂല. 3 കൊല്ലം ഓതാൻ പോയിട്ട് റമദാൻ്റെ ലീവിന് വന്നാൽ തറാവീ നിസ്കാരം കഴിഞ്ഞിട്ട് നീച്ചെന്ന് വയല് പറഞ്ഞാൽ സദസ്സിലുള്ള മുഴുവൻ ആളുകളും മൂക്കത്ത് വിരൽ വെച്ച് കേട്ടിരുന്നു പോകുന്ന തരത്തിൽ അയാൾ വയല് പറയും. SLC തോറ്റോൻ ഈ നിലക്ക് മാറാൻ പറ്റുന്നത് ദീൻ പഠിക്കുക എന്നല്ലാത്ത വേറെന്ത് കാര്യമുള്ളത്? മാറും. പക്ഷെ ഒരു കാര്യം ഞങ്ങളോട് പറയാണ്, ഊരക്ക് കെൽപ്പുള്ള സമ്പത്തുള്ള വാപ്പാൻ്റെ മക്കൾ ആലിമീങ്ങളായി വരികയാണെങ്കിൽ ഉമ്മത്തിന് വലിയ ഇസ്സത്തുണ്ടാവും. പറ്റുമെങ്കിൽ ഒന്ന് നോക്കി നാട്ടിലെ ഏറ്റവും വലിയ മുതലായിട്ട് ഒരു മകനെ ഒന്ന് മൂല്യരാക്കാൻ ഉമ്മത്തിന് വലിയ ഇസ്സത്തുണ്ടാവും. സൂപ്പർ മാർക്കറ്റുള്ള വാപ്പാൻ്റെ മകനൊന്നും മൂല്യരായി വരട്ടെ, ജ്വല്ലറുള്ള വാപ്പാൻ്റെ മോനൊരു ആലിമായിട്ട് വരട്ടെ, ഉമ്മത്തിന് വലിയ ഇസ്സത്തുണ്ടാവും. പൈസക്കല്ലല്ലോ പ്രശ്നമുള്ളത്, പൈസ കൈകാര്യം ചെയ്യുന്നിടത്താണ് യഥാർത്ഥത്തിൽ പ്രശ്നമുള്ളത്. പൈസക്ക് എന്താ കുഴപ്പം? പൈസക്കല്ല പ്രശ്നമുള്ളത്. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു 1000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളാണ്. അക്കാലത്ത് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു മുഹിയുദ്ദീൻ ഷേഖിന്. ഇന്ന് കേരളത്തിൽ സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ ഉള്ളത് ആകെ 3 ആൾക്കാർക്കാണ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് സ്വന്തമായിട്ട് കപ്പലുണ്ടായിരുന്നു. പൈസക്കല്ല കുഴപ്പമുള്ളത്, പൈസ കൈകാര്യം ചെയ്യുന്നിടത്താണ് പ്രശ്നമുള്ളത്. അതുകൊണ്ട് നല്ല കെൽപ്പുള്ള വാപ്പാര മക്കൾ വരട്ടെ. പിന്നെ ഈ രണ്ടാമത്തെ ഒരാശയം കൂടി ഞങ്ങളോട് പറയാണ്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിൽ കുടുംബസംഗമങ്ങൾ നടക്കും. ആലും കൊമ്പത്തെ കുടുംബസംഗമം, ആലും മൂട്ടിലെ കുടുംബസംഗമം, ആലും കുറ്റിയിലെ കുടുംബസംഗമം, ആലും കുജ്ജിലെ കുടുംബസംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുടുംബസംഗമം. ഇന്നൊക്കെ വിളിക്കലുണ്ട്. നിങ്ങളാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോവുക. പോയിട്ട് പറയേണ്ടത് എന്താ വെച്ചാൽ എല്ലാ പ്രധാനപ്പെട്ട തറവാട്ടിലും ഒരു മൂല്യര് വേണം. അതാണ് പറയേണ്ടത്. മൂല്യര് മാത്രം പോരാ, ഒരാൾ രാഷ്ട്രീയക്കാരൻ വേണം, ഒരാൾ പോലീസുകാരൻ വേണം, ഒരാൾ ഡ്രൈവർ വേണം, ഒരാൾ മയ്യത്ത് കുളിപ്പിക്കാൻ വേണം, ഇങ്ങനെ പലതും വേണം. കൂട്ടത്തിൽ എല്ലാ പ്രധാനപ്പെട്ട കുടുംബത്തിലും ഒരു ആലിമും ഉണ്ടായിരിക്കണം. കുടുംബസംഗമമൊക്കെ ഞാൻ പോകലുണ്ട്. സ്വാഭാവികമായും സദസ്സിൽ നോക്കിയാൽ ആലിമീങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ ഓരോ ആലിമീങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാൽ നടക്കും. നടക്കാത്ത കാര്യമൊന്നുമില്ല. ഈ ഉമ്മത്തിന് എന്തിലെല്ലാം വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പള്ളിയിലും മദ്രസയിലും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. അത് മുതലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണല്ലോ നാളത്തെ ഉമ്മത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പരിശ്രമം നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ കാര്യമായിരിക്കും. മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം, മഫ്സദത്തിന് വേണ്ടി പ്രവർത്തിക്കരുത്. പ്രധാനപ്പെട്ട മസ്ലഹത്തുകൾ എന്ന് പറഞ്ഞാൽ 4 എണ്ണാണ് പ്രധാനപ്പെട്ട മസ്ലഹത്തുകൾ. 1 ഇൽമു പഠിപ്പിക്കുക എന്നതാണ്. 2ാമത്തേത് നീതി ഉണ്ടാക്കി തീർക്കുക എന്നതാണ്. 3ാമത്തേത് ദാനശീലമുണ്ടാക്കുക എന്നതാണ്. 4ാമത്തേത് മനുഷ്യന്മാർക്കിടയിൽ യോജിപ്പിനെ ഉണ്ടാക്കി തീർക്കുക എന്നതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് കാണും. ഖിവാമുദ്ദുന്യ ബി അർബഅത്തി അഷ്യാ. ദുനിയാവ് നിലനിൽക്കുന്നത് 4 കാര്യങ്ങളെ കൊണ്ടാണ്. ദുനിയാവ് നിലനിൽക്കുന്നത് 4 കാര്യമാണ്. 1ാമത്തെ കാര്യം ഇൽമുൽ ആലിമി, വിവരമുള്ളവൻ്റെ വിവരം. സയ്യിദുൽ ഉലമ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പരാജയം വിവരമില്ലാത്തവൻ മസല പറയാൻ തുടങ്ങിയതാണ്. നമ്മളെ നാട്ടിൽ ഒരു നിക്കാഹിൻ്റെ കാര്യത്തിലോ ഒരു ത്വലാഖിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു ഫസ്ഖിൻ്റെ കാര്യത്തിലോ ഒരു മുതലൊരുക്കണ കാര്യത്തിലോ തർക്കമുണ്ടായാൽ ഖാദിയരെടുത്ത് തീരുമാനത്തിന് ചെന്നാൽ ഖാദിയർ പറയും, നിങ്ങൾ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിൽ പോയിട്ട് അവിടുത്തെ ഉസ്താദുമാരൊന്ന് കണ്ട്
ഈ വിഷയം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിൻ്റെ ഒരു മതവിധി ഫത്വ എന്നാണ് അതിന് പറയുക. അതൊന്ന് എഴുതി കൊടുന്നാൽ നമുക്ക് തീരുമാനമെടുക്കാം എന്ന് ഖാദിയർ പറയും. എന്നാൽ നമ്മളെ നാട്ടിൽ മീൻ കച്ചവടം ചെയ്യുന്ന ആളോട് ചോദിച്ചാൽ മൂന്നും പോയി എന്നുള്ള മസാല അപ്പം തന്നെ കിട്ടും. ചായ പാരുന്ന ആളോട് ചോദിച്ചാൽ അതിലേറെ സ്പീഡിൽ കിട്ടും. ഇതാണ് വിവരമില്ലാത്തവൻ്റെ വിവരം എന്ന് പറഞ്ഞത് ഇന്ന് ഉമ്മത്തിൻ്റെ വലിയൊരു പരാജയമാണ്. ഇന്ന് മൂല്യന്മാർക്കുള്ള വലിയൊരു പണി ഇപ്പം എന്താ വെച്ചാൽ പേരിൻ്റെ അർത്ഥം നോക്കലാണ്. ഡിക്ഷണറി മുഴുവൻ തിരഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊട്ട് കാണൂല. കാരണം ഓല് നെറ്റിൽ നിന്ന് കണ്ടതാണ് ആ സംഗതി. പേരിൻ്റെ അർത്ഥം നോക്കാൻ വരുമ്പോൾ ഈ പേരിൻ്റെ അർത്ഥം മാത്രം ശരിയായാൽ പോരല്ലോ, പേരിൻ്റെ ചരിത്രം കൂടി ശരിയാവണം. അതൊക്കെ ഒന്ന് ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഭാരം കുറയും. ചില പേരൊക്കെ ആയിട്ടാണ് വന്നാൽ നമ്മൾ ഏത് ഡിക്ഷണറി തിരഞ്ഞാലും അതിൻ്റെ അർത്ഥം കിട്ടൂല. ഒന്നെന്താ വെച്ചാൽ ചിലപ്പോൾ അത് അറബി വാക്കന്നായിരിക്കില്ല, വല്ല പേർഷ്യൻ വാക്കുകളോ ഉറുദു വാക്കുകളോ കയറ്റിക്കാനും വരിക. എന്നിട്ട് ഏത് ഡിക്ഷണറി തിരഞ്ഞാലും അതിനർത്ഥം കിട്ടും. എന്നാൽ പറഞ്ഞു കൊടുത്തില്ലെങ്കിലോ മൗലിയർ അറബിൻ്റെ അർത്ഥം കൂടി അറിയില്ല എന്നായി, ആ ഒന്നിനും പറ്റാത്ത ആളുമായി. അപ്പോൾ ആൾക്കാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട എന്താ വെച്ചാൽ പേരിൻ്റെ അർത്ഥം മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ചരിത്രം കൂടി വളരെ പ്രധാനമാണ്. ഇതാരുടെ പേരാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ് എന്ന് കരുതിയിട്ട് കുട്ടിക്ക് അബൂബക്കർ എന്ന് ഒരാൾ പേരിട്ടാൽ ഏറ്റവും ചുരുങ്ങിയത് ജോയിൻറ്റ് സെക്രട്ടറി എങ്കിലും ആവും എന്നുള്ളതാണ് ചരിത്രം. ആരെ പേരാണ് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അർത്ഥം മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെടുത്തുക കൂടി ചെയ്യണം. ബദരീങ്ങളെ പേരിട്ടാൽ ബദരീങ്ങളെ മാതിരിയാവും, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആരുടെ പേരാണ് എന്നത് കൂടി നോക്കണം. ഇന്നിപ്പോൾ കുറേയൊക്കെ പഴയ പേരിലേക്ക് ആളുകൾ മടങ്ങി വരുന്നുണ്ട്. പെൺകുട്ടികളുടെ പേര് കുറേയൊക്കെ പഴയ പേരുകളിലേക്ക് മടങ്ങി എത്തിയിട്ടുണ്ട്. പക്ഷെ ആൺകുട്ടികളുടെ പേര് പഴയ പേരിലേക്ക് വല്ലാതെ മടങ്ങി വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ചെറിയൊരു സൂക്ഷ്മതയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും നന്നാവും. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇസ്ലാമിക ജീവിതത്തിൻ്റെ അകവും പുറവും പറയണമെന്ന് എന്നെ ഏൽപ്പിച്ചത്. ഒരു പക്ഷേ മൂല്യന്മാരോട് വർത്താനം പറയുമ്പോൾ അതിൻ്റെ ചില ഫായിലും ഫീലും ഒക്കെ തിരിയാണ്ട്, അതുകൊണ്ടായിരിക്കാം എന്നാണ് തോന്നുന്നത്. നമ്മളെ പറ്റിയാണ് പറയുകയാണെങ്കിൽ പിന്നെ വലിയൊരു കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ഇന്നെ ഏൽപ്പിച്ചതെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഒന്നാമത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഏറ്റവും വലിയ വർത്താനം അറിയില്ല എന്നുള്ള വർത്താനാണ്, അറിയുന്നുള്ള വർത്താനമല്ല. പല അറിയാത്ത കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ട് പിന്നെ തിരുത്തേണ്ടി വരുന്നതിനേക്കാൾ അറിയില്ല എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. ബഹുമാനപ്പെട്ട മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അങ്ങനെയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു, സഹാബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊമ്പും ചുള്ളിയില്ലാത്ത ഇണച്ചമില്ലാത്ത കമ്പില്ലാത്ത ഒരു മരത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഓൽക്ക് അറിയായിരുന്നു അത് ഈത്തപ്പനയാണ് എന്ന്. പക്ഷെ അവർ പറഞ്ഞത് അല്ലാഹു റസൂലുഹു അഅലം എന്നായിരുന്നു. ഇത് അവരുടെ ഒരു രീതിയാണ്. ഏത് കാര്യം ചോദിച്ചാലും അല്ലാഹു റസൂലുഹു അഅലം എന്ന് പറയുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. ഞമ്മക്കാണെങ്കിൽ ഏതറിയാത്തത് ചോദിച്ചാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനമില്ല എന്നുള്ളിടത്താണ് നമ്മളുള്ളത്. അന്തമില്ലാത്തൊരനന്ത കോടിയാണി അന്ത്യലോകത്തിൻ്റെ അന്തർഭാഗത്തിൽ അന്തമില്ലെങ്കിലും അന്തമില്ലെന്നുള്ളന്തമുണ്ടാവലാണ് ഏറ്റവും അന്തം. അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ള അറിവുണ്ടാവലാണ് ഏറ്റവും വലിയ വിവരം എന്നതാണ്. അതുകൊണ്ട് ആദ്യം എനിക്ക് പറയാനുള്ളത്, അറിയാത്തതൊരിക്കലും പറയാൻ നിൽക്കരുത്. അറിയില്ല എന്ന് പറയൽ ഒരയോഗ്യതയുമല്ല, അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ യോഗ്യതയാണ്. സഹാബത്ത് റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായിരുന്നത് അതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് രണ്ടാമത് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഭരണാധികാരികൾക്ക് എന്ന് മാത്രമല്ല, എല്ലാവരും ഭരണാധികാരികളാണ് ഒരു നിലക്ക് പറഞ്ഞാൽ. ലോകത്ത് നീതിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് പരിശ്രമിക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളിലും വേണം, മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിലും വേണം. മൂന്നാമത് പ്രവർത്തിക്കേണ്ടത് ദാനശീലം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ദാനശീലം നിലനിൽക്കണം. നമ്മളെന്തൊക്കെ പറഞ്ഞാലും മാപ്പിളാർക്ക് മാത്രമുള്ളൊരു സ്വഭാവമാണ്, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ട് ഒരു ഇടങ്ങേറ് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കും എന്നുള്ളത്. അത് ഈ ഉമ്മത്തിൽ നിലനിർത്തണം. വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോൾ രണ്ട് തരത്തിലാണ് ആൾക്കാർ വരിക. ഒരു 10-ൻ്റെ ഓട്ടും, ഒരു 50-ൻ്റെ ഓട്ടും, ഒരു 100-ൻ്റെ ഓട്ടും,
ഒരു 500 നോട്ടും കീശയിൽ വെച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ മൗലവി വയൽ പറയും, യത്തീം കുട്ടിയുടെ കല്യാണത്തിന് പിരിവുണ്ട്, അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം. അനവ കാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദാന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദുന്യാവും ആഖിറവും രക്ഷപ്പെടാനാണ് എല്ലാവരും കാര്യമായി സഹായിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായി 500 നോട്ടിനുള്ള വയലാണ് ഇപ്പാ പറഞ്ഞത്. അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു സാധു മനുഷ്യൻ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മഹല്ലത്തു നിന്നുള്ള കത്തുണ്ട്, വീട് പണിയോ എന്തോ ആണ് എന്നാണ് പറഞ്ഞത്. പോകുമ്പോൾ പുറത്തുണ്ടാവും, കയ്യും പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്താളീ എന്ന് പറഞ്ഞാൽ മനസ്സിലായി 10 നോട്ടിനുള്ള വയലാണ്. എല്ലാ നോട്ടിനും ഒരേമാതിരി വയൽ പറയും ചെയ്യരുത്. ഓരോ നോട്ടിനനുസരിച്ചുള്ള വയൽ പറയണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് വയലൊരു രസമില്ലാതാവും. ഓരോന്ന് ഏതാണോ ഉദ്ദേശിച്ചാലും ഉദ്ദേശത്തിനനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കൂട്ടർ അങ്ങനെയാണ്, എന്തേലുമൊക്കെ ഒന്ന് കീശയിൽ വെച്ചിട്ട് വരും. വേറെ ചില ആൾക്കാരുണ്ട്, ജുമാക്ക് വരുമ്പോൾ പേഴ്സുള്ള കുപ്പായ ആങ്കർമ തൂക്കിയിട്ട് വേറെ നല്ല ഒരു കോട്ടൻ കുപ്പായ ഇട്ടുങ്ങാണ്ട് വരും. മൗലവി വയൽ പറയും, കാര്യമായ പിരിവുണ്ട്, എല്ലാവരും സഹായിക്കണം എന്ന് പറയുമ്പോൾ മൂപ്പര് പറയും, അതാ കുപ്പായം മാറിയല്ലോ എന്ന് പറയും. എന്നിട്ട് ജുമാ പിരിഞ്ഞു പോകുമ്പോൾ അങ്ങാടിയിൽ പീടി കയറിയിട്ട് പറയും, ഈ പള്ളിക്ക് എല്ലാ വെള്ളിയാഴ്ചയും പിരിവന്നെ എന്ന് പറയും. എല്ലാ വെള്ളിയാഴ്ചയും കുപ്പായം മാറിയിട്ട് തന്നെ വന്നിട്ടുണ്ടാകുക. നിങ്ങളത് പരിഗണിക്കേ വേണ്ട, നിങ്ങൾ പിരിച്ചണം. മദീനത്തെ പള്ളിയിൽ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു പിരിച്ചിരുന്നത്. സയ്യിദനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ളുഹർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ബിലാലേ, ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന് പറയും. ഞാൻ എല്ലാവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിങ്ങാണ്ട് അയാൾക്ക് കൊടുക്കും. അസർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി നോക്കിയാൽ വേറൊരാൾ വന്നിട്ടുണ്ടാവും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ബിലാലേ, ഒരു വിരുന്നേരം വന്നിട്ടുണ്ട്, എന്തേലും വാങ്ങിക്കൊടുക്കുക എന്ന് പറയും. ഞാൻ അയാൾക്ക് വീണ്ടും പിരിച്ചു കൊടുക്കും. എല്ലാ വെള്ളിയാഴ്ചയല്ല, എല്ലാ വക്തിനും പിരിച്ചിരുന്നു മദീനത്തെ പള്ളിയിൽ. ഈ ഉമ്മത്ത് എന്നാണോ തുടങ്ങിയത് അന്ന് മുതൽ പിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മടിയും കാണിക്കരുത്, നല്ലോണം പിരിച്ചണം. ഈ മുസ്ലിം ഉമ്മത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് ദാനശീലം എന്ന് പറയുന്നത്. അത് നമ്മൾ നിലനിർത്തണം. അതില്ലാതാക്കിയിട്ട് എന്താ, തരുന്നോൻ തന്നുകൊണ്ടിരിക്കും, പറയണോൻ പറഞ്ഞുകൊണ്ടിരിക്കും. പറയണോൻ പറഞ്ഞോട്ടെ, ഇതിൽ കൂടെ കേട്ടിട്ട് ഇതിൽ കൂടെ കൊണ്ട് വിടുക, തരുന്നവരുടെ അടുത്ത് വാങ്ങിക്കൊടുക്കന്നെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളത്. ചിലർക്ക് പറയാനുള്ള കഴിവാണ്, ചിലർക്ക് തരാനുള്ള കഴിവാണ്. തരാൻ കഴിവുള്ളവൻ തരും, പറയാൻ കഴിവുള്ളവൻ പറഞ്ഞുകൊണ്ടിരിക്കണം. ദാനശീലം നിലനിർത്തണം. വേറൊന്ന് നിലനിർത്തേണ്ടത്, നാലാമത്തേത് സാധുക്കളുടെ ദുആ നിലനിർത്തണം. മുതലാളിമാരുടെ ദുആയേക്കാൾ, അഗ്നിയാക്കളുടെ ദുആയേക്കാൾ ഫക്കീറന്മാരുടെ, മിസ്കീന്മാരുടെ ദുആക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാണ്. ഫക്കീർ ആവാൻ പാടില്ല ശരിക്കട്ടോ, മിസ്കീൻ ആകണേന് കുഴപ്പമില്ല. ഒന്നുകിൽ ഖനിയാവണം മുതലാളി, അല്ലെങ്കിൽ മിസ്കീനാവണം സാധു. ഫക്കീർ ആവാൻ പാടില്ല ദരിദ്രൻ. കാതൽ ഫഖ്റു അൻ യകൂന കുഫ്റ എന്നല്ലേ, ദാരിദ്ര്യം മനുഷ്യനെ കാഫിറാക്കാൻ പോന്നതാണ് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഫക്കീറായാൽ എന്ത് വൃത്തികേടും കാണിക്കും. അങ്ങനെയാണ്. ഓനെ ഹറാമും പ്രശ്നം ഉണ്ടാവില്ല, ഹലാലും പ്രശ്നം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. لا إله إلا الله اللهم صل على محمد اللهم رب هذه الدعوة التامة والصلاة والسلام شفاعته يوم القيامة. മുഅ്മിനീങ്ങളെ, 6 കാര്യങ്ങളിലാണ് അകവും പുറവും ഒരുപോലെ ആവേണ്ടത്. ഒന്ന്, ചിന്തകളിൽ നമ്മൾ ഉള്ളിൽ എന്താണോ ചിന്തിക്കുന്നത് തന്നെ പുറത്ത് കാണിക്കാൻ വേണ്ടി പറ്റണം. നമ്മൾ സ്വകാര്യത്തിൽ ഇങ്ങനെ എവിടെയെങ്കിലും കൂടുന്ന സമയത്ത് നമ്മൾ മതസൗഹാർദ്ദത്തെ പറ്റി പറയും, പൊതുവേദിയിൽ മതസൗഹാർദ്ദത്തെ പറ്റി പറയും. രണ്ടും മതസൗഹാർദ്ദമാണ് നമ്മളെ ആശയമെങ്കിൽ ഉള്ളിലും പുറത്തും അതന്നെ ആയിരിക്കണം. നമ്മൾ മാത്രം കൂടുന്ന സമയത്ത് കുറച്ചൊക്കെ അപ്പം അങ്ങനെയും വേണം എന്ന് പറയാം, എന്നിട്ട് നമ്മൾ പുറത്ത് വേദി കെട്ടിയാൽ വേറൊന്ന് പറയുക. ഈ ഇരട്ടത്താപ്പ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചിന്തകളിൽ നമ്മുടെ അകവും പുറവും ഒരേ മാതിരി ആയിരിക്കണം. ഇതിനെന്ത് വേണം? നമ്മൾ നിലകൊള്ളുന്ന ആശയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനമുണ്ടായിരിക്കണം. സത്യത്തിൽ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ബേജാറും വെപ്രാളമൊക്കെ ഉണ്ടാവുമെങ്കിലും വിഷയങ്ങളെ പഠിക്കാനുള്ള സാഹചര്യം കൂടിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് ഇപ്പോൾ വിവാദമായി. സംഗതി നമുക്ക് അതിൽ വിഷമമുണ്ട്, എന്നാലും എന്താ നമുക്ക് അതൊന്നാണ് പഠിച്ചാൽ വരിക. പണ്ടൊക്കെ ആണെങ്കിൽ, പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അള്ള ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് എന്നൊരാൾ ചോദിച്ചാൽ കൈക്കോട്ടും തായി ഇങ്ങോട്ട് തല മാറി പിടിച്ചിട്ട് ദേശം അടുത്തേക്കണ് വാ അനക്ക് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നത്തെ കുട്ടികളോട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനെ കെട്ടിയതെന്നാണ് പറഞ്ഞു കൊടുക്കാൻ തന്നെ വേണ്ടി വരും. അതിനാദ്യം നമ്മളാണ് പഠിക്കണ്ടേ. അല്ലെങ്കിൽ സംഗതി ഇപ്പം അതും ശരിയാണ്. ഞാൻ ഒരിക്കൽ ചങ്ങരംകുളത്ത് ഒരാളിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11 കല്യാണം ഇല്ലായിരുന്നുവെങ്കിൽ ദീന് ദഅവത്ത് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ആൾക്കാർക്കാണ് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകണില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ വരുന്നുണ്ട്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, സിഹത്തും സലാമത്തും കൊടുക്കട്ടെ, നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഓരോ സന്ദർഭങ്ങളുണ്ടാവുമ്പോൾ ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി പഠിക്കാൻ നമുക്ക് കഴിയുന്നിടത്താണ് വിജയം. ഇപ്പം നമുക്ക് സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തെ ആക്ഷേപിക്കപ്പെട്ടാലും നമുക്ക് അതിലൊരു ബേജാറുണ്ട്. പക്ഷെ ആ വിഷയം നമ്മൾ പഠിക്കണം. ഒരു ആക്ഷേപത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 കാര്യമാണ് പഠിക്കേണ്ടത്. ഏത് ആക്ഷേപമാണെങ്കിലും ഞാൻ എന്തേലും ചെയ്തു നിങ്ങൾ പറഞ്ഞു കിട്ടു എന്ന് വിചാരിച്ചോളി, ഞാൻ എന്താ വേണ്ടാത്ത ചെയ്തോന്ന്. എന്നാൽ 3 കാര്യമാണ് പഠിക്കാനുള്ളത്. 1, ഏത് സാഹചര്യത്തിലായിരുന്നു അയാൾ അത് ചെയ്തത്. 2, എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തത്. 3, അത് ചെയ്തിട്ട് എന്താ ഇവിടെ ഉണ്ടായത്. 3 കാര്യമാണ് പഠിക്കാനുള്ളത്. 1, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്താണെന്ന് പഠിക്കണം. 2, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് പഠിക്കണം. 3, അതിൻ്റെ അനന്തര ഫലം എന്തായിരുന്നു എന്ന് പഠിക്കണം. സാന്ദർഭികമായൊരു വിഷയം എന്നുള്ള നിലയിൽ ഞാനിത് പറയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ 6ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചതിൻ്റെ സാഹചര്യം എന്താണ്, പശ്ചാത്തലം എന്താണ്? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നേരിട്ട് കുടുംബബന്ധമുള്ള ആളല്ല. നബിൻ്റെ വല്ലിപ്പാരിൽ മുറത്ത് എന്നവരിലേക്കാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര ചെന്നുമുട്ടുക. ഹാഷിമിലേക്കും മുത്തലിബിലേക്കും ചെന്നുമുട്ടൂല. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി കുടുംബത്തിൽ പെടാൻ എനിക്കെന്താണ് വഴി എന്ന ഒരു ആലോചനയുണ്ടായിരുന്നു. അതിന് രണ്ട് വഴിയാണുള്ളത്. ഒന്നുകിൽ നബി തങ്ങളുടെ മകളെ ഇങ്ങോട്ട് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ മോളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കണം. രണ്ട് വഴിയേ ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്ന് നടക്കണം. ആയിഷ ബിബി റളിയല്ലാഹു അൻഹക്ക് 5-ാമത്തെ വയസ്സിൽ തന്നെ കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നും പറയില്ല, നടത്തൂല എന്നും പറയില്ല. എന്നാൽ നടത്തൂല എന്ന് പറയുകയാണെങ്കിൽ അതൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ നടത്തും എന്ന് പറയുകയാണെങ്കിൽ രണ്ടും പറയില്ല. എന്താ കാരണം? കൽബിൽ വേറൊരു ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് കാരണം. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ വന്നു. സിറ്റ് ഔട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. സിറ്റ് ഔട്ടിലിരുന്നു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അകത്ത് പോയിട്ട് ഒരു പളുങ്കു പാത്രം എടുത്തു, ഒരു കുപ്പിൻ്റെ ഒരു ചില്ലിൻ്റെ പിഞ്ഞാണെടുത്തു. അതിൽ 2 പൂവുകൾ വെച്ചു. എന്നിട്ട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പൂമുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നുണ്ട്, ഈ പാത്രമായിട്ടൊന്ന് പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ പൂവെടുക്കാൻ പറയണം എന്ന് പറഞ്ഞു. ആയിഷ ബിബിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ആയിഷ ബിബി ആ പ്ലേറ്റായിട്ട് ചെന്നു. വാപ്പ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പൂവെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നബി തങ്ങൾക്ക് മനസ്സിലായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്നൊരു പൂവെടുത്തിട്ട് പറഞ്ഞു, ഇഷ്ടപ്പെട്ടു എന്ന് വാപ്പാട് പറഞ്ഞാളാന്ന് പറഞ്ഞു. പെണ്ണ് കാണലുമായി, കല്യാണ നിശ്ചയമായി, പിന്നെ നിക്കാഹും നടന്നു 6-ാമത്തെ വയസ്സിൽ. ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹക്ക് 6-ാമത്തെ വയസ്സിലല്ല 5-ാമത്തെ വയസ്സിൽ കല്യാണം വരൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പശ്ചാത്തലം അന്ന് അങ്ങനെ പതിവുണ്ട് എന്ന് മനസ്സിലാക്കാം. അന്ന് 4-ലും 5-ലും 6-ലുമൊക്കെ വിവാഹം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അധികം വയസ്സൊന്നും ആയിട്ടുണ്ടാവില്ല എന്ന് ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടറിയാം. എൻ്റെ ചെറുപ്പത്തിൽ 12 വയസ്സുള്ള കുട്ടീനെ കെട്ടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. 11 വയസ്സ് ഓർമ്മയുണ്ട്. ആ 11 വയസ്സിലുള്ള കുട്ടീനെ കെട്ടിയതൊക്കെ പൊട്ടന്മാരായിരുന്നു. ഇന്നിപ്പം ഇനി 18 വയസ്സായല്ലോ, എല്ലാവരും 18 വയസ്സിൽ കല്യാണം കഴിക്കണം. കുറച്ചു കാലം കഴിഞ്ഞിട്ട് 25 വയസ്സായി എന്ന് തീരുമാനം വന്നാൽ 18-ൽ കെട്ടിയവരൊക്കെ പിരാന്തന്മാരാവുമോ? ഇനി അതിൻ്റെയും പുറമെ നബി തങ്ങൾക്ക് പിരാന്താണ് എന്ന് പറഞ്ഞ ആൾക്കാർ മക്കത്തുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ വരെ അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഇന്നക മജ്നൂൻ എന്നവർ പറഞ്ഞിരുന്നു. എന്നാൽ അവർ പോലും ആയിഷ ബീവിനെ കല്യാണം കഴിച്ചത് ശരിയായില്ല എന്ന് അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് അന്നത്തെ സാഹചര്യം അങ്ങനെ കല്യാണം നടക്കുന്ന സാഹചര്യമായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, എന്തിനായിരുന്നു ഇപ്പോൾ ഈ 6 വയസ്സുള്ള കുട്ടിനെ കെട്ടിയത്? എന്ത് ആവശ്യത്തിനായിരുന്നു? ആവശ്യം ഇപ്പോൾ അതുകൊണ്ട് നടക്കൂലല്ലോ, പിന്നെ എന്തിനായിരുന്നു ഈ കെട്ടിയത് എന്നാണ് രണ്ടാമത് ആലോചിക്കേണ്ടത്. ഞാൻ കുറച്ച് രസത്തിൽ പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ശരിക്കും അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞത് എന്തിനാ? രസത്തിനാണല്ലോ. പോയി ഈ കല്യാണം എന്ന് പറഞ്ഞ സംഗതി ഒരു രസത്തിനുള്ള പരിപാടിയാണല്ലോ. രസം എന്നതിൻ്റെ ചൊറുക്കുള്ള മലയാള വാക്ക് ആനന്ദം എന്നാണ്. രസം എന്നുള്ളതിൻ്റെ ചൊറുക്കുള്ള മലയാള വാക്കാണ് ആനന്ദം. അപ്പോൾ വിവാഹം ആനന്ദത്തിനു വേണ്ടിയാണ്. ആനന്ദത്തിന് ധാരാളം വഴികളുണ്ട്. പ്രധാനപ്പെട്ട 15 വഴികൾ ആനന്ദത്തിനുണ്ട് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി ഗുളിക കുടിക്കലാണ്. അതായത് വൈകുന്നേരം വരെ കന്നൂട്ടാൻ പോയി, അങ്ങനെ വൈകുന്നേരം കന്നൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ശരീരമൊക്കെ ആകെ വേദന ആകുന്നുണ്ട്, വല്ലാതെ വിഷമുണ്ടെങ്കിൽ ഒരു പാരസിറ്റാമോൾ ഗുളിക കുടിച്ചാൽ നല്ല ഉഷാർ കിട്ടും. എന്താ കാര്യം? പാരസിറ്റാമോൾ ഗുളികയിൽ ആനന്ദത്തിൻ്റെ ഹോർമോൺ ഉണ്ട് എന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഒന്ന് ഗുളിക കുടിച്ചാൽ കിട്ടും ആനന്ദം. വേറെ ആനന്ദം കിട്ടുന്ന ഒരു സംഗതിയുണ്ട്, ശാരീരിക ബന്ധമാണ്, ലൈംഗികതയാണ്, ഇണചേരൽ ആനന്ദത്തിൻ്റെ വേറൊരു വഴിയാണ്. ഇന്ന് ലോകത്ത് ഉള്ളവരിലെ ഏറ്റവും ആധുനികനായ ലൈംഗിക ഫിലോസഫറായി, ലൈംഗികതയുടെ ആചാര്യനായി അറിയപ്പെടുന്ന ആൾ ഓഷോ രജനീഷ് എന്ന് പറയുന്ന ആളാണ്. ഓഷോൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അലാക്കിൻ്റെ ഒരു താടിക്കാരൻ. ചില ബുക്കിൻ്റെ ഒക്കെ പുറംചട്ടം ഉണ്ടാവും, നോട്ട് പുസ്തകത്തിൻ്റെ ചട്ടമൊക്കെ ഉണ്ടാവും ഓഷോൻ്റെ ഫോട്ടോ. ഓഷോ രജനീഷാണ് ലൈംഗികതയുടെ ഏറ്റവും ആധുനികനായ ആചാര്യൻ.
ഓഷോ രജനീഷിന് പാടുന്ന ഹൃദയം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിൽ ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട ആനന്ദങ്ങൾ 2 എണ്ണമാണ്. നല്ല മനസ്സിലാക്കണേ, 2 എണ്ണമാണ്. ഒന്നാമത്തെ ആനന്ദം വിഷയാനന്ദവും രണ്ടാമത്തെ ആനന്ദം ബ്രഹ്മാനന്ദവുമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. വിഷയാനന്ദം എന്ന് പറഞ്ഞാൽ വിഷയം തന്നെ, ലൈംഗിക ബന്ധത്തെയാണ് വിഷയം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റേ വിഷയം ഒരാനന്ദം കിട്ടുന്നത് വിഷയത്തിലൂടെയാണ്, വിഷയാനന്ദം. രണ്ടാമത്തത് ബ്രഹ്മാനന്ദം. ബ്രഹ്മാനന്ദം എന്നുള്ളത് അറബിയിൽ പറഞ്ഞാൽ മാരിഫത്തിൻ്റെ ഇൽമ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. വിഷയാനന്ദത്തിലൂടെ ലഭ്യമാകുന്ന അതേ ആനന്ദം മാരിഫത്തിൻ്റെ ഇൽമിലൂടെ ലഭ്യമാകുമെന്ന് ഓഷോ രജനീഷ് സിദ്ധാന്തിക്കുന്നു. ആയത്തും ഹദീസും പറഞ്ഞാലല്ലേ എല്ലാവർക്കും വിശ്വാസമാകത്തുള്ളൂ. ഓഷോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിശ്വാസമാവുമല്ലോ. എന്നാൽ ബ്രഹ്മാനന്ദത്തിലൂടെ വിഷയാനന്ദത്തിലൂടെ ലഭിക്കുന്ന അതേ ഗുണം ലഭിക്കും, അതേ ആനന്ദം ലഭിക്കുമെന്ന് ഓഷോ രജനീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2368 ഹദീസുകൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു ആ കല്യാണം? നമ്മളിവിടെയൊക്കെ നാട്ടിൽ ഹിഫ്ള് കോളേജ് ഉണ്ടാവുമല്ലോ. മമ്പുറത്ത് ഹിഫ്ള് കോളേജ് ഉണ്ട്, ദാറുൽ ഹുദൻ്റെ. പലയിടത്തും ഹിഫ്ള് കോളേജ് ഉണ്ടാവും. ഹിഫ്ള് കോളേജിൽ നമ്മൾ 42 വയസ്സുള്ള ഒരു കുട്ടിനെയും പിടിച്ചിങ്ങാണ്ട് ചെന്നിട്ട് പറഞ്ഞു, ഇതാ ഈ കുട്ടിൻ്റെ മൂത്ത ചെറുക്കനാണ്, ഇവൻ ഇവിടെ ഹിഫ്ളിന് ചേർക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഇക്കാരെ ഓല് പറയാം? നടക്കൂല എന്ന് പറയും. എന്തേ? പഠിപ്പിച്ചാൽ പഠിയില്ല തന്നെ. എന്തിനാ ആയിഷ ബീവിനെ നബി തങ്ങൾ കല്യാണം കഴിച്ചത്? മഅരിഫത്തിൻ്റെ ഇൽമിൽ ഒരു ലൈംഗിക രസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആനന്ദമുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിവി എന്തിനാണ് കല്യാണം കഴിച്ചത് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടുള്ളൂ. ഇൽമ പഠിപ്പിക്കാനായിരുന്നു. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നാടൻ ഉദാഹരണം പറയാം. ഒരാൾ മകളെ കെട്ടിച്ചു എന്ന് വിചാരിക്കുക. പുതിയാപ്പിളിയും പുതിയെണ്ണും കൂടിയും നല്ല നിലക്ക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെണ്ണിന് തോന്നി മുന്നോട്ട് പോകൂലെന്ന് തോന്നിയാൽ കുട്ടി പെരയിൽ വന്നിട്ട് വാപ്പാട് പറയും, ഇപ്പ ഞാൻ ഇനി കുറച്ചും കൂടിയും പഠിച്ചാൻ പോവുകയാണ് എന്ന് പറയും. പുതിയാപ്പളിൻ്റെ ഒപ്പം പോയാൽ കിട്ടണ അതേ രസം പഠിച്ചാൻ പോയാൽ കിട്ടും എന്നാണ് ഈ കുട്ടി പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതല്ല, ഓഷോയും പറയുന്നത് അത് തന്നെയാണ്. ലൈംഗികതയിൽ ഉണ്ടാകുന്ന ആനന്ദം ഇൽമ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തോട് തുല്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആനന്ദം എന്താണ് എന്നതിൻ്റെ ഉത്തരം ബ്രഹ്മാനന്ദമാകുന്നു എന്നതാണ്. ഇനി മൂന്നാമത്തത് എന്തേപ്പം അതുകൊണ്ട് നേട്ടമുണ്ടായി എന്നുള്ളതാണ്. നേട്ടമുണ്ടായത് എന്താ ആർക്കാ തിരിയാത്തത്? സ്വഹാബത്തിനിടയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ ഓല ആയിഷ ബീവിനോട് പോയിട്ട് ചോദിക്കലായിരുന്നു പതിവ്. ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിൽ ആദ്യമായി സ്ത്രീകൾക്കിടയിൽ നിന്ന് ഇൽമ പഠിപ്പിച്ച ആള്, പ്രഭാഷണം നടത്തിയ ആൾ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയായിരുന്നു. ഇനി ഒരു വിഷയം കൂടി അതിൽ മനസ്സിലാക്കണം. ഒരാൾ കുടുങ്ങിയാൽ ഞാൻ കുടുങ്ങി എന്നുള്ള അഭിപ്രായം ആദ്യം വേണ്ടത് കുടുങ്ങിയ ആൾക്കാണ്, അല്ലെങ്കിൽ അയാളെ വാപ്പാക്കാണ് വേണ്ടത്. ഒരു വിഷയത്തിൽ ഒരാൾ കുടുങ്ങിയെന്ന് വിചാരിക്കുക, കുടുങ്ങിയ ആൾക്ക് അഭിപ്രായം വേണം ഞാൻ കുടുങ്ങിയെന്ന്. ആയിഷ ബീവിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഒരിക്കൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ തമ്മിലൊരു തർക്കമുണ്ടായി. ചെലവിന് തരുന്നത് മതിയാകണില്ല എന്നുള്ളതാണ് തർക്കം. തർക്കം കേട്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി വന്നു. എന്താ നബി, ഇവിടെ ഒരു തിരക്കും വക്കാണൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചെലവിന് കൊടുക്കുന്നത് ഓൽക്ക് മതിയാകണില്ല എന്നാണ് ഓല് പറയണത് എന്ന് പറഞ്ഞു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പകുതി തമാശയും പകുതി കാര്യം കൂട്ടിയിട്ട് പറഞ്ഞു, എന്നാ നബി നിങ്ങൾ ഓലോടൊക്കെ പോയി പണിയൊക്കാൻ വേണ്ടി പറഞ്ഞാലേ നിങ്ങൾ കൊടുക്കണ ചെലവ് മതിയാകണ ഒരുപാട് പെണ്ണുങ്ങളവിടെ വേറെ കിട്ടാണ്ട് എന്ന് പറഞ്ഞേക്കിന് ആയിഷ ബീവി നീച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പൊയ്ക്കോളി ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. ആരെ ഈ കച്ചറ ഉണ്ടാക്കിയ ആള്? ആയിഷ ബീവി. എന്തിനുണ്ടാക്കിയത്? ബാക്കിയുള്ളോരോ ദിവസം കൂടി എനിക്ക് കിട്ടണമെന്ന് കരുതിയിട്ട്. മൂപ്പത്തിയേർക്ക് അഭിപ്രായമില്ല, മൂപ്പത്തിയേര് പെട്ടുന്ന്.
1000 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് യുക്തിവാദികൾക്ക് തോന്നുകയാണ് ആ പെൺകുട്ടി ആകെ കുടുങ്ങിയല്ലോന്ന്. മൂപ്പത്തിരക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. നഞ്ഞ് മൂപ്പത്തിര വാപ്പാക്കുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാക്കില്ല. ആയിഷ ബി റളിയല്ലാഹു അൻഹ ഒരു യുദ്ധത്തിന് വേണ്ടി പോയി മടങ്ങി വരുമ്പോൾ വഴിയിൽ ഒറ്റപ്പെടുകയും അങ്ങനെ പിന്നിൽ യാത്ര ചെയ്യുകയും ചെയ്തതിനെ കുറിച്ച് മുനാഫിക്കുകളായ ആളുകൾ വേണ്ടാത്തത് പറഞ്ഞു പരത്തി. 10-14 ദിവസം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിയുടെ അടുത്തേക്ക് ചെന്നില്ല. മുഅ്മിനീങ്ങൾ ആകെ വിഷമിച്ചു. അങ്ങാടിയിൽ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് കൈ പിടിച്ചാൽ അണഞ്ഞുകൂട്ടി പിടിച്ച് കരയിലായിരുന്നു പതിവ്. അതിനാത്രം വിഷമിച്ചു മുഅ്മിനീങ്ങൾ. 14 ദിവസം, ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 5 പ്രാവശ്യമെങ്കിലും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്ന അമ്മോശൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മരുമകനെ കണ്ടിട്ട് ഒരിക്കൽ പോലും ആയിഷന്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കണ്ടേന്ന് ചോദിച്ചില്ല എന്നുള്ളതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത. മഹാനവറുകൾക്ക് ആയിഷ ബിവി കുടുങ്ങിയെന്ന് അഭിപ്രായം ഉണ്ടായിട്ടില്ല. 1000 കൊല്ലം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർക്ക് അന്ന് ആ പെൺകുട്ടി ആകെ പെട്ടതായിരുന്നു എന്ന് തോന്നിയിട്ട് എന്താ കാര്യം? ഞാൻ അതെന്തിനാ പറഞ്ഞു വെച്ചാൽ, ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ ആ സന്ദർഭത്തെ ആഴത്തിൽ പഠിച്ച് നമ്മുടെ പ്രബോധിതർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നിടത്താണ് വിജയം. അല്ലാതെ കൈക്കോട്ടുണ്ടായി തല മാറിയിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വിഷയങ്ങൾ വരുമ്പോൾ സാഹചര്യമാണ്, ഓരോ സാഹചര്യം വരും. ആ സാഹചര്യത്തെ നന്നായി പഠിച്ച ആളുകളിലേക്ക് എത്തിക്കണം. നമ്മുടെ ആദർശങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ തത്വങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണം. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള യഥാർത്ഥമായ വഴി. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ തൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി. സുന്നത്ത് ജമാഅത്തിന് പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമുണ്ട്. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് 2 മാസത്തിലാണ്. ഒന്ന് റബീഉൽ അവ്വൽ, ഒന്ന് റമദാനിലുമാണ്. ഒന്ന് റമദാനിലുമാണ്. റബീഉൽ അവ്വൽ ആയാലുള്ള ഏറ്റവും വലിയ തർക്കം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനാണോ അസാധാരണ മനുഷ്യനാണോ എന്നതാണ്. അപ്പം നമ്മളെല്ലാവരും ഉമ്മ പ്രസവിച്ചതാണല്ലോ. നമ്മളമ്മ പ്രസവിക്കണ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ ഒരു 3 ആൾക്കാരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ആർക്കും ആ 3 ആൾക്കാരെ ഓർമ്മയില്ല. എന്നാൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ നബി തങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ആ മനുഷ്യൻ സാധാരണ മനുഷ്യനാണ് എന്ന് വാദിച്ചതാണ് ദുനിയാവ് ഉണ്ടായതിനു ശേഷം കേട്ട ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം. വിദഅത്തിന്റെ അടിസ്ഥാനം അതാണ്. സിറാത്ത് പാലം നമുക്ക് തിരിയണമെങ്കിൽ മുഹമ്മദ് നബിനോട് തിരിയണം. മീസാൻ എന്ന തുലാസ് നമുക്ക് തിരിയണമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിയണം. അതുകൊണ്ട് നന്നായി പഠിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും വേണം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആശയത്തെ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 6 കാര്യങ്ങളിലാണ് പ്രധാനമായും അകവും പുറവും ശരിയാവേണ്ടത്. ഒന്ന് ചിന്തകളിൽ, രണ്ടാമത്തേത് സംസാരത്തിലാണ്. സംസാരത്തിന് ഇന്നർ മീനിങ് ഉണ്ടാവാൻ പാടില്ല, വ്യക്തമായ സംസാരമായിരിക്കണം. ആക്ഷേപിക്കരുത്, കുത്തുവാക്ക് പറയരുത്. ലൈസൽ മുഅ്മിനു ബിത്തആനി വലൽ ലആനി വലൽ ഫാഹിഷി വലൽ ബദീ. സംസാരത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്, നല്ല സംസാരമായിരിക്കണം. മൂന്നാമത്തേത് ഇഷ്ടവും അനിഷ്ടവും ഉള്ളും പുറവും ഒരുപോലെ ആയിരിക്കണം. ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിലും അങ്ങനെ തന്നെ, ഇഷ്ടക്കേടുണ്ടെങ്കിലും അങ്ങനെ തന്നെ. ഇഷ്ടമുള്ള ആളോട് പറയണമെന്നാണ്. ഒരിക്കൽ നബിയും സഹാബത്തും റളിയല്ലാഹു അൻഹും ഇങ്ങനെ ഇരിക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ആ വഴിയിലൂടെ ഇങ്ങനെ നടന്നുപോയി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ആ പോയ ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു. എന്നാ പോയി പറഞ്ഞ് വന്നിട്ട് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടവും അനിഷ്ടവും അകവും പുറവും ഒരുപോലെ ആയിരിക്കണം. നമുക്ക് പല കാര്യങ്ങളും ദേഷ്യത്തെ ഇഷ്ടമായും ഇഷ്ടത്തെ ദേഷ്യമായും അവതരിപ്പിക്കാറുണ്ട്. പല ഇഷ്ടങ്ങളെയും നമ്മൾ ദേഷ്യമായിട്ട് അവതരിപ്പിക്കും, പല ദേഷ്യങ്ങളെയും നമ്മൾ ഇഷ്ടമായിട്ടും അവതരിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അകവും പുറവും ഒന്നാവേണ്ടത് അതാണ്. നാലാമത്തെ കാര്യം ബഹുമാനമാണ്. ആദരവ്, ബഹുമാനം രണ്ടും ഒരുപോലെ ആയിരിക്കണം. മനുഷ്യൻ്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ ബഹുമാനത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നാണ്. ആദരവും ബഹുമാനവും ഇല്ലെങ്കിൽ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടിയും പറയാം,
പഴയ കാലത്തൊക്കെ നമ്മളെ നാട്ടിലുള്ള മൊല്ലാക്ക അസർ നിസ്കാരം കഴിഞ്ഞിട്ട് പെരേക്ക് പോകാൻ വേണ്ടി പള്ളിക്കന്ന് വടിയും കുത്തിയിട്ട് ഇങ്ങനെ ഇറങ്ങിയാൽ പീഡിയക്കൊലയും ഇരിക്കുന്ന ആൾക്കാർ മൊല്ലാക്കാൻ്റെ വടിൻ്റെ ഒച്ച പള്ളിൻ്റെ മുറ്റത്തുനിന്ന് കേട്ടാൽ തന്നെ നീച്ചെന്നുങ്ങാണ്ട് തുണിയൊക്കെ താത്തിടും. ഞമ്മക്കിപ്പോൾ ഒന്ന് തോന്നി നാട്ടുകാരൊക്കെ വളരെ മോശമായി, ഒറ്റൊന്നും നീച്ചിക്കിളില്ല. ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരാൾക്ക് ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യതയുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. അയോഗ്യതയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് മനസ്സിലാക്കണം. എന്തായിരുന്നു മൊല്ലാക്കാൻ്റെ യോഗ്യത? അതും കൂടി മനസ്സിലാക്കുക. മൊല്ലാക്കാക്ക് 2 യോഗ്യതയാണ് ഉണ്ടായിരുന്നത്. 1 തഹജ്ജുദ് നിസ്കരിക്കുമെന്നതായിരുന്നു, 2 ഖുർആൻ ഓതുമെന്നതായിരുന്നു. വാക്കുകൾക്ക് ശക്തി നൽകുന്നതും ബഹുമാനം വാങ്ങിത്തരുന്നതുമായ 2 യോഗ്യതയാണത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല എന്നിങ്ങനെ ഓതി വരുമ്പോൾ കുറച്ചുകൊണ്ട് ഓതി എത്തിയാൽ കാണും ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല. വാക്കുകൾക്ക് ശക്തി നൽകുന്ന 2 പ്രധാനപ്പെട്ട അമലുകളാണ്. 1 തഹജ്ജുദ് നിസ്കരിക്കലും, 2 ഖുർആൻ ഓതലും. മൊല്ലാക്കാക്ക് അത് 2 ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മൂപ്പരെ കണ്ടാൽ നീച്ചുന്നതിൻ്റെ കാരണം. അത് അമ്മക്കുണ്ടെങ്കിൽ നമ്മളെ കണ്ടാലും നീച്ചിക്കും. ബഹുമാനത്തിൻ്റെ യോഗ്യത നഷ്ടപ്പെട്ടിട്ട് പിന്നെ വേറുള്ളവരെ കുറ്റം പറയേണ്ട എന്താ കാര്യം? നമ്മൾ യോഗ്യന്മാരായിരിക്കണമല്ലോ. ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ബഹുമാനമാണ്. പരിശുദ്ധമായ ദീനിൻ്റെയും പ്രത്യേകത അതാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക. ഗുരുനാഥന്മാരെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. ഒരാൾ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഡ്രൈവിംഗ് പഠിപ്പിച്ച ഗുരുനാഥനെ ഒരാൾ ബഹുമാനിച്ചില്ലെങ്കിൽ വളവിൽ ബ്രേക്കുമ്പോൾ കാല് വെക്കാൻ മറക്കും. ഗുരുവിനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ വിപത്ത് ആവശ്യം വരുമ്പോൾ അയാൾ പഠിപ്പിച്ചത് മറന്നു പോകുന്നുള്ളതാണ്. ഏത് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താലും ഉണ്ടാകാവുന്ന വിപത്ത് അയാൾ പഠിപ്പിച്ചതിലേക്ക് അത്യാവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അയാൾ പഠിപ്പിച്ച് നമ്മൾ മറക്കും. ഞാൻ ഡ്രൈവിംഗ് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇൽമിനെയും അതിൻ്റെ അഹലുകാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ബഹുമാനം ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 5ാമത്തെ കാര്യം വിനയമാണ്. വിനയം അകത്തുണ്ടാവണം, വിനയം പുറത്ത് കാണിക്കുകയും വേണം. 6ാമത്തേത് ദാനശീലമാണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്. ഫക്കീർ ആകരുത്, മിസ്കീനാകാം, ഖനിയാകാം. ഫക്കീർ അഭിമാനമില്ലാത്തവനായിരിക്കും. ഫക്കീറിന് ശരിക്കും സക്കാത്ത് കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് മിസ്കീനാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദഉൽ യതീം വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. മിസ്കീനും ഫക്കീറും തമ്മിലുള്ളൊരു വ്യത്യാസം, ഫക്കീറിന് അഭിമാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഫക്കീർ ഇങ്ങനെ ചെന്നിട്ട് മുതലാളിമാരെ മുമ്പിൽ ഇങ്ങനെ നിന്നിട്ട് തലമ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പറയും, കഴിഞ്ഞൊല്ലത്ത് 25,000 പിന്നെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല, ഇക്കൊല്ലത്ത് 25,000 ഞാൻ നേരത്തെ പോകുന്നതാണ്, അതും കൂടിയും കൂട്ടി തന്നാളീന്ന് പറയും. എന്നാൽ മിസ്കീനോ? മിസ്കീൻ അങ്ങനല്ല. മിസ്കീൻ ആരെങ്കിലും ഓനെന്തേലും ഒന്ന് കൊടുക്കാൻ ഒരുങ്ങണുണ്ട് എന്ന് തോന്നുമ്പോൾ ബാക്കത്തെ വയൽക്ക് കൂടി ഇറങ്ങും പുറത്തേക്ക്. ഓനാ കൊടുക്കേണ്ടത്, ഓൻ ഇജ്ജത്തുള്ളവനായിരിക്കും. അതുകൊണ്ട് ഫക്കീർ ആവാൻ ആഗ്രഹിക്കുകയും ചെയ്യരുത്, ആകുകയും ചെയ്യരുത്. മിസ്കീൻ ആവുന്നതിന് കുഴപ്പമില്ല. മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്. ആ മിസ്കീന് വേറെ അർത്ഥം ഉണ്ടെങ്കിൽ പോലും ഈ അർത്ഥം വെക്കാലോ, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാക്കീൻ. അപ്പോൾ ഒന്നുകിൽ ഖനിയാവണം, അല്ലെങ്കിൽ മിസ്കീനാവണം. ഫക്കീർ ആവാൻ പറ്റൂല. ഇതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. മിസ്കീൻ അഭിമാനമുള്ളവനായിരിക്കും, ഒരു കുഴപ്പമില്ല. പിന്നൊരു കാര്യം എന്താ വെച്ചാൽ, കുറേയൊക്കെ നമ്മൾ ചിന്തിക്കണോടത്താണ് കാര്യങ്ങൾ. സയ്യിദുൽ ഉലമ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ബർക്കത്തുള്ള വിഭാഗമാണ് നമ്മൾ. എന്നാൽ ബർക്കത്ത് നിലനിൽക്കാൻ നമുക്ക് പറ്റണം. ബർക്കത്ത് നിലനിൽക്കണമെങ്കിൽ എന്താ വേണ്ടത്? ബർക്കത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. ആഗ്രഹം പോലെയാണ് കാര്യങ്ങൾ. 25,000 കുറച്ച് സക്കാത്തൊക്കെ ഇങ്ങനെ കിട്ടി. ബാത്റൂം പോയിട്ട് ഇങ്ങനെ എണ്ണി വെക്കുമ്പോൾ തരക്കേടില്ല എന്ന് തോന്നി. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞു, പഠിച്ചോനെ ഈ കൊല്ലത്തെ 25,000 കുറച്ച് കായൊക്കെ കിട്ടി. ഞാൻ ഇത്രയും നല്ല പ്രതീക്ഷിക്കുന്നത്, രേഷം കൂടിയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അടുത്ത കൊല്ലത്തെ 25,000 റബ്ബേ കുറച്ചും കൂടി തോന സക്കാത്ത് തരണേ അല്ലാ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം?
അടുത്ത കൊല്ലത്തെ 25,000 ഇന്ന തെണ്ടിയാക്കണേന്നല്ല. എന്ത് നമുക്കൊന്ന് മറിച്ചു തോരുന്നാൽ പഠിച്ചോനെ, ഈ കൊല്ലത്തെ 25,000 കുറച്ച് കായ് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25,000 എല്ലാവരെയും പോലെ സക്കാത്ത് കൊടുക്കാനുള്ളൊരവസരം എനിക്ക് തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ നടക്കൂലേ? ഇത് നമ്മൾ നേരെ മറിച്ച് ചിന്തിച്ചതാണ്. നമ്മളെന്നും ഇങ്ങനെ സക്കാത്തും വാങ്ങി ജീവിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? എന്താ നമുക്കൊന്ന് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചാൽ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയണേ, ഏത് കൊല്ലത്തെ റമദാനിലാണോ, ഏത് കൊല്ലത്തെ റമദാനിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ചയാണോ സക്കാത്തിൻ്റെ അവകാശം എനിക്കില്ല എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞത്, ആ റമദാൻ്റെ ശേഷമാണ് ആദ്യമായിട്ട് കാറ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് സക്കാത്ത് കിട്ടണം എന്നല്ല ആഗ്രഹിക്കേണ്ടത്, സക്കാത്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. ആഗ്രഹം പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്. എന്നും ഇങ്ങനെ എല്ലാവരെയും ആനുകൂല്യം പറ്റിയിട്ട് ജീവിക്കണം എന്നൊന്നും ആഗ്രഹിക്കാതെ എല്ലാവരെയും പോലെ ഒന്ന് തല ഉയർത്തി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് അതിന് ദുആ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്ക് ദീനിന് ഖിദ്മത്തെടുക്കുക എന്ന് പറഞ്ഞത് സയ്യിദുൽ ഉലമ പറഞ്ഞ പോലെ അതൊരു ബർക്കത്തുള്ള വരുമാനം അങ്ങനെ കിട്ടും. നമ്മളതുകൊണ്ട് ബർക്കത്തോടുകൂടെ ജീവിച്ചു പോവുകയും ചെയ്യും. അൽഹംദുലില്ലാ, വളരെ സന്തോഷമാണ്. എല്ലാവരും സന്തോഷവാന്മാരായിരിക്കുകയും വേണം. പക്ഷേ ഉള്ളിലൊന്നും പുറത്തൊന്നും ആകരുത്. ഉസ്താദ്മാരോടൊപ്പം എന്താ ഇപ്പം നിങ്ങൾക്ക് പണിയെന്ന് ചോദിച്ചാൽ, സമദ് സാഹിബിൻ്റെ ഒരു പ്രസംഗത്ത് പറയുന്നുണ്ട്, ഉസ്താദിനോട് എന്താ ഇപ്പം നിങ്ങൾക്ക് പണിയെന്ന് ചോദിച്ചാൽ പറയും, തൽക്കാലം ഇപ്പോൾ ഇവിടെ ഒരു മദ്രസയിൽ നിൽക്കുന്നുണ്ട്, പിന്നെ ഒരു പേപ്പറിനും കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. നേരെ തിരിച്ചാക്കണം. തൽക്കാലം ഒരു പേപ്പറിന് കൊടുത്തിട്ടുണ്ട്, സ്ഥിരമായിട്ട് ഇവിടെ ഒരു മദ്രസയിലുണ്ട് എന്ന് പറയുന്ന ഒരു കോലത്തിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ അത് നമ്മളെ സ്ഥിരം പരിപാടിയാക്കുക. പേപ്പറും സൂപ്പർ മാർക്കറ്റും ഒക്കെ തൽക്കാലാക്കുക. സ്ഥിരമായി നമ്മൾ ദീനിന് ഖിദ്മത്തെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്ന ബോധം ഉണ്ടാക്കുക. ഒരു മനുഷ്യന് അവൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞാൽ വേഗത്തിൽ വിജയിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരെയും അല്ലാഹു തആല ഒരേ ആവശ്യത്തിന് പടക്കണതല്ല. കുറേ ആൾക്കാർ ഓതാൻ പോയിട്ട് വൈക്കന്ന് പോരുമല്ലോ, എന്തേ? എല്ലാവരും ഒരേ ആവശ്യത്തിനുള്ളതല്ല. നമ്മളേതായാലും ഇത് മുഴുവനാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞാൽ വേഗം വിജയിക്കുന്ന ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെയാണ് അതിന് ഉദാഹരണം പറയാറുള്ളത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മുഹദ്ദിസും മുഫസ്സിറും തൊബീബും എല്ലാമായിരുന്നു എന്നാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വലിയ തൊബീബായിരുന്നു. ഭയങ്കര വൈദ്യത്തിൽ ഭയങ്കരമായ കണ്ണിങ്ങുള്ള ആളാണ്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ദണ്ണത്ത് കിടക്കുന്ന സമയത്ത്, വഫാത്തിൻ്റെ അസുഖത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു ഹക്കീം, ഒരു വൈദ്യൻ പരിശോധിക്കാൻ വേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ താരീഖിലുണ്ട്. അങ്ങനെ നാടിങ്ങനെ പിടിച്ചു നോക്കി, എന്നിട്ട് ഒന്നും പറയാതെ മടങ്ങിപ്പോയി. അപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യൻ കൂടെ ചെന്നിട്ട് എന്താ ഒന്നും പറയാതെ പോണേന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഒന്നും പറയാനില്ല, 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇമാമറുകൾ വഫാത്താകുമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അയാൾ പറഞ്ഞു എന്ന് ചോദിച്ചു. അതിൽ ശിഷ്യനൊന്നും മിണ്ടണില്ല. ഇമാമറുകൾ ചോദിച്ചു, ഞാൻ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ വഫാത്താകുന്ന അയാൾ പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അത് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നാലേ ആ കാര്യം എനിക്കതിൻ്റെ മുന്നറിയാം. ഞാൻ 24 മണിക്കൂറിൻ്റെ മുമ്പിൽ വഫാത്താവുന്ന എനിക്കതിൻ്റെ മുന്നറിയാം. അയാൾ എൻ്റെ നാടിങ്ങനെ പിടിച്ചപ്പോൾ അയാളുടെ വിരൽ തുമ്പിലൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ നാടി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ വൈദ്യൻ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് മരണപ്പെടുമെന്ന് പറഞ്ഞു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് മരണപ്പെട്ടു എന്നാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഷാഫി ഇമാം തൊബീബായിരുന്നു, പക്ഷേ ചികിത്സിച്ചിട്ടില്ല. എന്തേ കാരണം? ജീവിതത്തിൻ്റെ ദൗത്യം കർമ്മശാസ്ത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറായാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായിരിക്കും അത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ഇരുലോക വിജയികളിൽ ചേർത്തട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും സലാമത്തിൻ്റെ അഹ്ലുകാരിൽ പെടുത്തട്ടെ. ആമീൻ. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.